ബുക്ക് എടുത്താമ എനിക്കാണെങ്കിൽ ഇപ്പോഴേ സങ്കടം വരും. അങ്ങനെ മോളുടെ സെക്കൻഡ് വാക്സിൻ്റെ സമയവും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല കേട്ടോ. മോളിനി ഭയങ്കര കരച്ചിലായിരിക്കുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരുപാട് പേരും പറഞ്ഞു ഈ സെക്കൻഡ് വാക്സിൻ എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരും, ഭയങ്കര കരച്ചിലായിരിക്കും എന്നൊക്കെ. എനിക്ക് ആദ്യത്തേനെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിനകത്ത് ഈ രണ്ടാമത്തത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ചോദിച്ചിട്ടേ ഇരിക്കായിരുന്നു, ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കണ്ട പോകണ്ട എന്നൊക്കെ. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ ഹെൽത്ത് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഒരു 11 മണിക്കായിട്ടോ വരാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 11 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അധികം ദൂരമൊന്നും ഇല്ല, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു 11 മണിയായിട്ട് വന്നിട്ടും 12:30 കഴിഞ്ഞിട്ടും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല പോസ്റ്റായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാക്സിൻ എടുക്കുന്നതിന് മുന്നേ അവർ നമുക്ക് എന്തൊക്കെയാണ് എടുക്കുന്നത്, എന്തിനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ പറഞ്ഞെല്ലാം തന്നതിന് ശേഷമാണ് നമുക്ക് വാക്സിൻ എടുക്കുന്നത്. ഓരോന്നും എടുക്കുമ്പോൾ ഇങ്ങനെ പറയും കേട്ടോ. എനിക്കതിനെ ചങ്ക് പൊടിയുന്ന വേദനയായിരുന്നു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ മാത്രമാണ് അവൾ കരയുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് നെഞ്ച് പൊട്ടും. കാരണം അത്രയ്ക്ക് കരച്ചിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കരച്ചിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് പൊട്ടി കരയായിരുന്നു. കാരണം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ ഒരു വാക്സിൻ്റെ സമയത്തായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 1 ആണെങ്കിൽ ഈ പ്രാവശ്യം 3 എണ്ണമാണ്. 1 എടുത്തപ്പോൾ ഞാൻ അനങ്ങിയില്ല, പക്ഷെ 2ാമത് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പോട്ട് മോനെ. പതുക്കെ അങ്ങോട്ട് കിടത്താം. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മോൾക്ക് നല്ല വേദന കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് വരുമ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ കരയുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്ക് മരുന്നൊക്കെ പാരസെറ്റമോളിൻ്റെ മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഞാനൊന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് ആളെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് തൊട്ട് മുന്നായിട്ടാണ് കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, പക്ഷേ കണ്ടിട്ടില്ല. ആ സമയത്ത് ആളിതാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് PV ചെയ്യാൻ വേണ്ടി റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ആളും അവിടെ കിടക്കുന്നത്, പെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങുന്നത്. നേരിട്ട് കാണുന്നത് ആ ഒരു സമയത്താണ്. അല്ലാതെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ച ആൾ ഇതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് എനിക്ക് അന്ന് തന്നെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാത്രിയിലെങ്ങാണ്ടായിരുന്നു ആളുടെ ഡെലിവറി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരുങ്ങുന്ന സമയത്താണ് ആൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഇവിടെ കൊടുത്തിട്ട് പോവാം. അങ്ങനെ അവർ വന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്നാട്ടോ വിളിച്ച് പറഞ്ഞത് വരുന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞിനൊന്നും വാങ്ങിച്ച് വെക്കാനും പറ്റിയില്ല, അവർക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയില്ല. നോക്കിയപ്പോൾ ഏത്തക്ക കിടപ്പുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു ഏത്തക്കപ്പം ഉണ്ടാക്കി ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏത്തക്കപ്പം ആക്കി ചായയൊക്കെ ഇട്ടു. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ അതിൻ്റെ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കേക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ ഇടയ്ക്കിടയ്ക്ക് ചിണുങ്ങി ഒന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൾ ഉറങ്ങി. എന്നാലും അവൾക്ക് മരുന്ന് കൊടുക്കേണ്ട സമയം ആയതുകൊണ്ട് പിന്നെ മരുന്ന് കൊടുത്തിട്ട് കിടത്താന്ന് കരുതി. കണ്ണു തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു അവള്. ഒരു ആന്റി വന്ന് പൊന്നിനെ കാണാൻ. എന്നിട്ട് പോയി. ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ആന്റി അങ്കിളും ഒക്കെ വന്ന് കണ്ടിട്ട് പോയി. എന്താ എന്നെക്കന്നെ ഉമ്മായിരുന്നു. ചവിട്ട് വെച്ചിരുന്നു നീ. ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് വേദന വരുമ്പോൾ ഇങ്ങനെ ചിണുങ്ങി ഇരിക്കട്ടോ. നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രമേ അവൾ കരയുള്ളൂ, അല്ലെങ്കിൽ അവൾ കരയാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ കരയിപ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന തന്നെ കേട്ടോ. പിന്നെ അവർ വന്നിട്ട് പോയപ്പോഴത്തേക്ക് കുഞ്ഞൊരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷെ ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല, കുറച്ച് നാൾ എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ മോളെ കിടത്തി ഉറക്കാൻ നോക്കുകയാണ്. ഉറങ്ങോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇന്ന് ശിവരാത്രി ആയിരിക്കും തോന്നുന്നു.